to set direction. Obstacle sensing unavailable. Fly with caution. ഓക്കെ, ഇതിപ്പോൾ ഫോളോ മോഡാണ്. അപ്പം ഞാൻ എവിടേക്ക് പോയാലും അതെന്നെ ഫോളോ ചെയ്യും. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ എനിക്കത് സംസാരിച്ച് നമുക്ക് വീഡിയോ എടുക്കാനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് 6 ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിലെ ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് ഫോളോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫോളോ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണാക്കി ഫോളോ മോഡിൽ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടറുമ്പോഴോ അല്ലെങ്കിൽ നടന്നോ ഓടിയോ എങ്ങനെയായാലും നമ്മൾ എവിടേക്ക് ഓടണോ നമ്മുടെ ബാക്കിൽ കൂടെ അത് വീഡിയോ എടുത്ത് ഫോളോ ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണോ അവിടെ നിൽക്കും. ഓക്കെ, അതൊന്നാണ്. ഉള്ളത് സർക്കിൾ മോഡാണ്. സർക്കിൾ മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ഡിസ്റ്റൻസ് ഇതൊക്കെ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓണാക്കിയിട്ട് ഓട്ടോമാറ്റിക് വിട്ട് കഴിഞ്ഞാൽ നമ്മളെയാണ് അതിൻ്റെ ക്യാമറ കാണിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് എത്ര ദൂരമാണ് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ ദൂരത്ത് പോയിട്ട് നമ്മളെ ഒരു റൗണ്ട് അത് വീഡിയോ കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ലാൻഡായിട്ട് വരും. അതാണ് സർക്കിൾ മോഡ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ട്രാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മളെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോകും. അതായത് നമ്മൾ എവിടേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ അത് ബാക്ക് അടിച്ച് പോകും. അപ്പം അതിൽ നമുക്ക് ഇതേപോലെ വണ്ടിയിൽ പോകണ്ടോ അതോ ഡാൻസ് കളിക്കുന്നതോ അതോ ഓടണ സീനോ അങ്ങനെയൊക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. നമ്മൾ എന്തോരം ഓടിയാലും അത് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഏകദേശം 20-30 കിലോമീറ്റർ സ്പീഡിൽ വരെ ഇത് ഓടും. പിന്നെ ഇതിൽ അടുത്ത ഒരു ഓപ്ഷൻ വരുന്നത് റോക്കറ്റ് മോഡാണ്. റോക്കറ്റ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര മീറ്റർ ആണ് എത്ര ദൂരമാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ പിന്നെ നമ്മളത് സ്ട്രെയിറ്റ് ആണോ ആംഗിൾ ആണോ വീഡിയോ എടുക്കേണ്ടത് അതും സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ റോക്കറ്റ് മോഡ് വെച്ചാൽ നേരെ മേലെ പോകും. മേലെ പോയിട്ട് നമ്മൾ എത്ര മീറ്റർ കൊടുത്തേക്കണേ അവിടുന്ന് സർക്കിളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് വീഡിയോ ഫോട്ടോ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് തിരിച്ച് താഴെ വരും. അതാണ് റോക്കറ്റ് മോഡ്. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് റിമോട്ടിൽ മാനുവലായിട്ട് ചെയ്യാം. അഥവാ നമുക്ക് മൊബൈൽ റിമോട്ട് ഇല്ലെങ്കിൽ ഈ ഡ്രോൺ മാത്രം ഉപയോഗിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ ആണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് ഇനി ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് വിടാം. അപ്പൊ നമ്മുടെ അരിയത്തേക്ക് അതായത് ഇങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. വിഷ്വലി നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് 360 റൗണ്ടിൽ നമുക്ക് വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡ്രോണാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആണ്. പക്ഷെ പൈസ കൂടുതലാണ്. അതായത് യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി റേറ്റ്. ലാൻഡിങ് നമ്മൾ എവിടെ അടിച്ചാലും നമ്മുടെ എവിടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കയ്യിൽ ഇത് ലാൻഡാവും.